ഒരു പ്രഭാഷണം കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഒരു പ്രണാമം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടി അവസാനത്തെ ലെക്ചർ കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ പ്രണാമം അർപ്പിച്ച് യാത്ര പറയാം. ഇപ്പോ കഴിയുന്നത്രയും ആൾക്കാര് ശ്രദ്ധിച്ചിരുന്ന് നമ്മളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ കാര്യമാണ് വിവരിക്കാൻ നമ്മളുടെ മുമ്പിൽ 40 മിനിറ്റ് ഉള്ളത്. 45 മിനിറ്റിൽ 5 മിനിറ്റ് പോയി. ഇപ്പൊ 40 മിനിറ്റാണ് മുമ്പിലുള്ളത്. ആചാരങ്ങള് ഒത്തിരി അധികം വ്യക്തികൾക്ക് ആചാരങ്ങളെ കുറിച്ച് സംശയമുണ്ട്, ആചാരങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് സംശയമുണ്ട്. ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണോ എന്ന ധാരണയുണ്ട്. അപ്പൊ അത് മുഴുവനും നിങ്ങളോട് വിവരിക്കാൻ സംസ്കൃത ശ്ലോകമെടുത്തുകൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോ സമയം മതിയായില്ല എന്ന് വരും. അപ്പൊ സാൻസ്ക്രിറ്റ് ശ്ലോകം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാൻസ്ക്രിറ്റ് ഇല്ലാതെ ആചാരം എന്താണ്, എന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടേബിള്, ഒരു ഷെഡ്യൂൾ അത് മാത്രം തരാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് സമയം ഏത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. കാരണം കൂടുതലും ഈ ആചാരങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആചാരങ്ങളെ കുറിച്ച് എത്രത്തോളം സ്ത്രീകൾക്കറിയാമോ അതിനേക്കാൾ 12 ഇരട്ടി സംശയം അവർക്കുണ്ട്. 2 തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് സംശയം 2 തിരി ഒരുമിച്ചിട്ട് വിളക്ക് കത്തിക്കണമെന്നാണ്. അപ്പൊ അത് സംശയം ആർക്കാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാ ലെക്ചറും കഴിഞ്ഞ് താഴത്തേക്ക് എത്തി ചെരുപ്പിടുമ്പോഴത്തേക്ക് ഒരു സംശയം, ഈ തിരികൾ ഇങ്ങനെ ഇട്ടാ പോരെ, ഒരെണ്ണം പുറകോട്ട് മുമ്പിലേക്ക് ഇടണോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ഉൾപ്പെടെ ഏത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഫോർമാലിറ്റി ഇല്ലാതെ പെട്ടെന്ന് ചോദിക്കണം, സമയം കുറച്ചേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. നമ്മൾ ഓർക്കാനുള്ള കാര്യങ്ങള്, ഭാരതത്തില് സാധാരണ ജനതയുടെ ആചാരങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. സാധാരണ മറ്റ് മതക്കാരുടെ ആചാരങ്ങള് അവരുടെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതാ. നമ്മളുടെ ആചാരങ്ങള് വേദങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് കൽപ്പശാസ്ത്രം എന്ന് പറയുന്ന 6ാമത്തെ വേദാംഗവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളുടെ ആചാരങ്ങൾ. ആ കൽപ്പശാസ്ത്രം ആചാരങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. അതെങ്ങനെയാ കൽപ്പശാസ്ത്രത്തെ കുറിച്ച് അതിൽ വിവരിക്കുന്നത്? ആ കൽപ്പശാസ്ത്രത്തിലെ ധർമ്മശാസ്ത്രം എന്ന ഭാഗം അല്ലെങ്കിൽ ഗൃഹ്യശാസ്ത്രം എന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അസാധാരണമായ അത്ഭുതം തോന്നുന്ന എക്സ്പ്ലനേഷനാണ് അതിൽ നൽകിയിരിക്കുന്നത്. ഒരു സന്യാസിയും ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് വായിച്ചിട്ടില്ല. അതുകൊണ്ട് സന്യാസി ആചാരത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ച് പറയാം. ഉദാഹരണമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആചാരം എന്താണ്, ഭക്ഷണത്തോടുള്ള ആചാരം എന്താണ് എന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക്കലി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത്, വളരെ പ്രായമായവര് ശാരീരികമായ ആരോഗ്യമില്ലാത്തവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, പ്രഭാത സന്ധ്യയ്ക്ക് സായം സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കരുത്, ശ്മശാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കരുത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിലിരുന്ന് ഭക്ഷണം കഴിക്കരുത്, അറിയാത്ത വ്യക്തി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, രോഗമുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത്, വളരെ തണുത്ത ഭക്ഷണം കഴിക്കരുത്, വളരെ ചൂടുള്ള ഭക്ഷണം കഴിക്കരുത്, ഫെർമെന്റ് ചെയ്ത പുളിച്ച് തികട്ടിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇങ്ങനെ
47 പോയിന്റ് ഭക്ഷണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുത്, ആരോഗ്യമില്ലാത്ത വ്യക്തി ചില പ്രത്യേക കാലയളവിൽ ഭക്ഷണം കഴിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റില് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധർമ്മശാസ്ത്രത്തില് ഭാരതീയ ആചാരങ്ങളുടെ സമഗ്രമായ വിവരണം, ഞാൻ ഒരു ഉദാഹരണം ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ആചാരങ്ങൾ മുഴുവനും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, എല്ലാ ആചാരങ്ങളും ഉണ്ട്. ആ ആചാരങ്ങളെ വളരെ വ്യക്തമായിട്ട് ഭാരതത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആചാരങ്ങളുടെ ഗുണവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്? ഒരിക്കലും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല. ഭാരതീയര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആചാരം എന്ന് പറഞ്ഞ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ഏകാദശി ദിവസത്തെ സ്വർഗവാതിൽ ഏകാദശി മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് പോവില്ല. കാരണം അത്രയുള്ള പുണ്യമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു 5 ജന്മം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും സാധ്യമല്ല. അതുകൊണ്ട് അവിടെ വാക്കൻസി ഉള്ളത് അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ റിസർവ് ചെയ്യാനും പോവണ്ട, അതിനെക്കുറിച്ച് പ്രവർത്തിക്കാനും പോവണ്ട. മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ആചാരത്തിന്റെ ഉദ്ദേശം. വ്യക്തമായിട്ട് ആചാരത്തെക്കുറിച്ച് പറയുന്നതും അത് തന്നെയാണ്. കേരളത്തിൽ അനുഷ്ഠിക്കുന്ന ആചാരങ്ങള് മുഴുവനും കാശ്മീരിൽ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തില് അമ്പലത്തിലെ പൂജാരി കുളത്തിൽ കുളിച്ച് അല്ലെങ്കിൽ നല്ലവണ്ണം കുളിച്ച് വേണം പൂജ നടത്താൻ പോവാൻ. അതേ പുസ്തകമെടുത്ത് കാശ്മീരിൽ ചെന്നിട്ട് കാശ്മീരിലെ പൂജാരി കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ പൂജ കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അയാൾ കുളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ കയറില്ല. കാരണം അവിടുത്തെ തണുപ്പ് 0 ഡിഗ്രിയോ -1 ആണ്. അപ്പൊ കേരളത്തിലെ ആചാരം കാശ്മീരിൽ ബാധകമാവില്ല. കാശ്മീരിലെയും കേരളത്തിലെയും ആചാരം ദുബായിൽ ബാധകമാവണമെന്നില്ല. കാരണം ദുബായിൽ അവിടത്തേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രേ ബാലാദാചരത്തെ. ഒറ്റ സംസ്കൃത ശ്ലോകേ പറയുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല. കാരണം കൂടുതൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് സ്വന്തം ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കണം. മറ്റൊരു ഗ്രാമത്തിലാണെങ്കിൽ ആചാരത്തിന്റെ പകുതി മതി. പട്ടണത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആചാരത്തിന്റെ കാൽഭാഗം മതി. യാത്രക്കാരായിട്ട് വിദേശങ്ങളിലാണ് താമസിക്കുന്നത് എങ്കിൽ പറ്റുന്നതെല്ലാം അനുഷ്ഠിക്കുക, പറ്റാത്തത് വിട്ടുകളയുക. അതാണ് ആചാരത്തെക്കുറിച്ച്. അത് കാരണം ആചാരം അനുഷ്ഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ വീട്ടിൽ ഈ വാതിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല, അത് കാരണം ഈ വാതിൽ ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരു ആശാരിയെ വിളിച്ച് ഇത് ഇടിച്ചു പൊളിച്ച് ഈ വാതിൽ ഇങ്ങോട്ട് മാറ്റാൻ ഒരിക്കലും നോക്കരുത്. കാരണം പലർക്കും പലതും പറയാം. പക്ഷെ ശാസ്ത്രീയമായിട്ട് ആചാരത്തിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഞാൻ ആ വരി ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ശാസ്ത്രീയമായിട്ട് നാം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെ വിശകലനം ചെയ്യണം. എങ്ങനെയാ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാചാരം മനുഷ്യന്റെ മാനസിക സന്തോഷത്തിന് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അർത്ഥം മനസ്സിലായല്ലോ? മാനസികമായ നന്മയ്ക്ക് പ്രയോജനപ്പെടുന്ന ആചാരം. ഉദാഹരണമായിട്ട് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നാൽ അമ്മ കുട്ടിയെ അടുത്ത് വിളിച്ചു വരുത്തി അമ്മയോട് ചേർത്ത് വെച്ച് തലയ്ക്ക് കൈവച്ച് ആ കുട്ടിയോട് എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ, മാർക്ക് എത്രയുണ്ട്, ഇത് മാതൃദേവോ ഭവ എന്ന് പറയുന്ന ധർമ്മത്തിന്റെ ഭാഗമായ ആചാരമാണ്. സ്കൂളിലേക്ക് കുട്ടി പോകുമ്പോൾ കുട്ടിയുടെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കാൻ അമ്മയ്ക്ക് സാധിക്കണം. ആ കുട്ടിയില് മാനസികമായിട്ടുണ്ടാകുന്ന സന്തോഷത്തിന് അതിലുണ്ടാവില്ല. അമ്മയെ എന്നും ആ കുട്ടിക്ക് ഓർക്കാൻ സാധിക്കും. അതുപോലെ വീട്ടിനകത്ത് നല്ല സാത്വികമായിട്ട് സംസാരിക്കാൻ സാധിക്കണം. ഭർത്താവിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ചെവിയിൽ ചെന്ന് ചീത്ത പറഞ്ഞിട്ട് വരിക, ഉറക്കെ പറയരുത്. അപ്പോ വളരെ സ്മൂത്തായിട്ട് സംസാരിക്കാൻ, സ്മൂത്തായിട്ട് പെരുമാറാൻ
ഭർത്താവിനും ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും സാധിച്ചാൽ അടുത്ത തലമുറ അത് കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് ഏത് ആചാരമനുഷ്ഠിക്കുമ്പോഴും മാനസികമായ നന്മ അതിനകത്തുണ്ടോ എന്ന് നോക്കണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആചാരത്തില് ശാരീരികമായ നന്മയ്ക്കുതകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഈ 5 പോയിന്റും പഠിക്കണം. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തേത് ശാരീരിക ആരോഗ്യം. കുട്ടികളും അതുപോലെ തന്നെ വീട്ടുകാര് രാവിലെ സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സൂര്യ നമസ്കാരം ഇന്നത്തെ ലോകത്തിന്റെ ശാസ്ത്ര അറിവനുസരിച്ച് സൂര്യ നമസ്കാരത്തെ കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാ പറയാം. വ്യായാമത്തിന്റെ രാജാവ്, ആ സ്ഥാനമാണ് സൂര്യ നമസ്കാരത്തിനുള്ളത്. കാരണം 7 യോഗാസനങ്ങള് 10 അല്ലെങ്കിൽ 12 സ്റ്റെപ്പുകളായിട്ട് ചെയ്യുന്ന ഒരു ആചാരമാണ് സൂര്യ നമസ്കാരം. ആ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള 186 മൂവബിൾ ജോയിന്റ്, ചലനാത്മകമായ അസ്ഥി സന്ധികള് സ്മൂത്തായിട്ട് എക്സർസൈസിന് വിധേയമാവുന്നു. കൂടാതെ മസിൽസിനിടയ്ക്കുള്ള എല്ലാ വിധത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ഡിഫ്യൂസ് ചെയ്ത് രക്തത്തിലേക്ക് പോകുന്നു. രക്തം ഫിൽട്ടർ ചെയ്ത് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ 3 പ്രധാനപ്പെട്ട ആരോഗ്യ കാര്യത്തിന് വേണ്ടിയാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. അതല്ലാതെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യനെ നമസ്കരിക്കുമ്പോൾ സൂര്യൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചു എന്നൊന്ന് വിചാരിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പോകണ്ട. അപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡില് കത്തിജ്വലിക്കുന്ന സൂര്യൻ അവിടെ നിന്ന് വരുന്ന പ്രശ്നമില്ല. അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രശ്നവും ഇല്ല. അദ്ദേഹത്തിന് വേറെ ഒത്തിരി ജോലിയുണ്ട്. നമ്മളെ അനുഗ്രഹിക്കൽ മാത്രമൊന്നുമല്ല ജോലി. അതുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുക. ശരീരത്തിലെ സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, ബ്രെയിൻ സിസ്റ്റം 4 ഒപ്റ്റിമം ലെവലിൽ പ്രവർത്തിക്കാൻ ഈ സൂര്യ നമസ്കാരം നമ്മളെ സഹായിക്കും. ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആചാരം. അതുപോലെ എല്ലാ വിദ്യാർത്ഥികളോടും എല്ലാ സ്കൂളിൽ പോകുമ്പോൾ പറയാറുണ്ട്, അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ പ്രായമായവരും ചെറുപ്പക്കാരും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ ഇരുന്ന് 1 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പല്ല് തേക്കാതെ, മുഖം കഴുകാതെ, കുളിക്കാതെ ബെഡ് തൊട്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന ആചാരം പൂർവിക ഋഷിവര്യന്മാരുണ്ടാക്കാൻ കാരണം അശുദ്ധമായിട്ട് മന്ത്രം ചൊല്ലുന്നത് ശരിയാണോ? ഇവിടെ മന്ത്രം ചൊല്ലലല്ല ലക്ഷ്യം. 1 മിനിറ്റ് ആ വ്യക്തിയെ കിടക്കയിൽ ഇരുത്തുമ്പോൾ അത്രയും സമയം ഹൊറിസോണ്ടലായിട്ട് കിടന്ന വ്യക്തി പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഹാർട്ടിന് ഉണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാനാണ് കിടക്കയിൽ ഇരിക്കണം എന്ന് പറയുന്നത്. ആ പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ ഹാർട്ടിന്റെ പ്രവർത്തനം നോർമലാകും. ചില വീക്ക് പോയിന്റില് പ്രഷർ ജർക്ക് ഉണ്ടായാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളില് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് അറ്റാക്കുകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ കാണാൻ സാധിച്ചത് ബെഡിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ് 23% ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ രാവിലെ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അത് ആത്മീയതയല്ല, അല്ലെങ്കിൽ ആത്മീയത പ്രാർത്ഥനയിൽ അല്പമുണ്ടെങ്കിലും ശാരീരികമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരാചാരമാണത്. അതുകൊണ്ട് മാനസികമായ നന്മയ്ക്കുള്ള ആചാരങ്ങള്, ശാരീരികമായ നന്മയ്ക്കുള്ള ആചാരങ്ങള്, നമ്മളുടെ അനവധി ആചാരങ്ങൾ ശാരീരിക നന്മയ്ക്കുള്ളതാണ്. നമ്മൾ ഒരിക്കലെടുക്കാറുണ്ട് ഏകാദശിയുടെ അന്ന്. എന്തിനാ ഒരിക്കലെടുക്കുന്നത്? നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഇൻഡസ്റ്റൈൻ, ചെറുകുടലും വൻകുടലും മൊത്തം നീളം 36 അടിയാ. ഈ 36 അടി നീളമുള്ള ഇൻഡസ്റ്റൈൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി
ഒരു ദിവസം നമ്മൾ ഉപവാസം ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡസ്റ്റൈൻ ക്ലീൻ ആകും. അതുകൊണ്ട് അല്പം ഭക്തി കൂടി ഉണ്ടെങ്കിൽ ശാരീരികമായ നന്മയും ഭക്തിയോട് ചേർന്ന മാനസിക നന്മയും ഒരിക്കലെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഒരിക്കല് ശാരീരികവും മാനസികവുമായ നന്മയുമായി ബന്ധപ്പെട്ട ഒരാചാരമാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. പലരും പ്രാർത്ഥിക്കാറുണ്ട്. ചിലര് ഭക്ഷണം കാണുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങാറുണ്ട്. കാരണം എന്താ വെച്ചാൽ കയ്യിൽ പ്ലേറ്റ് കിട്ടുമ്പോൾ ഉടനെ ഊണ് കഴിച്ച് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം മുമ്പിൽ വെച്ച് ചോറ് കണ്ടുകൊണ്ട് ഉമിനീരിറക്കിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഫുള്ളി ഉമിനീരിറക്കണം. എന്തിനാത്? ആ പ്രാർത്ഥനയുടെ ലക്ഷണം ചോറ് അകത്തേക്ക് പോകുന്നതിന് മുൻപ് ഉമിനീരിന്റെയും ഡൈജസ്റ്റീവ് എൻസൈംസിന്റെയും ഒരു ലെയർ സ്റ്റൊമക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ പ്രാർത്ഥന. ഈശ്വരനെ വിളിക്കുന്നത് മാത്രമല്ല, മറിച്ച് ബയോ കെമിസ്ട്രി ഓഫ് ഡൈജഷൻ ഏറ്റവും നല്ല രീതിയിൽ നടക്കാൻ ഭക്ഷണത്തിന് മുൻപ് പ്രാർത്ഥിക്കണം. എല്ലാ കുട്ടികളെയും അത് ശീലിപ്പിക്കണം. ഇഷ്ടമുള്ള പ്രാർത്ഥന ചൊല്ലാം. അറിയാവുന്നവര് സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി 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 എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന നിർത്താം. ചില സമയത്ത് ചിലർക്ക് ബ്രഹ്മാർപ്പണം അറിയാം. ഓം ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധി. അപ്പൊ അത് ശാരീരികമായ ആരോഗ്യം അഥവാ ഭക്ഷണം ദഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരാചാരമാണ്. ആ ആചാരത്തിന് നല്ല ബയോ കെമിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേറ്റില് പശുവിന്റെയോ ആടിന്റെയോ മത്സ്യത്തിന്റെയോ കോഴിയുടെയോ ശവശരീരമുണ്ടെങ്കിൽ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ എന്ന് പറയേണ്ട ആവശ്യമില്ല. വേഗം തിന്നിട്ട് മതിയാക്കിക്കോളാം. അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ മാത്രം മതി ഈ പ്രാർത്ഥന. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഷാരൂഖ് ഖാൻ പറയുന്ന പാട്ടില്ലേ, ചെയ്യ ചെയ്യ ചെയ്യ, അത് പാടിയാലും മതി. വേറെ മന്ത്രങ്ങളൊന്നും ചൊല്ലേണ്ട. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ട് മലയാളത്തിലോ മറ്റോ ഉണ്ട്, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെയോ കമ്മീഷണറുടെയോ സിറ്റി പോലീസിന്റെയോ ഏതെങ്കിലും പാട്ട് പാടിക്കോളാം. ഒരു മിനിറ്റ് ആ പാട്ട് പാടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഭക്ഷണം നോക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ ചൊല്ലാം. അപ്പൊ മന്ത്രങ്ങൾ ചൊല്ലുന്നത് എന്തിനാ? ഊണ് കഴിക്കുന്നതിന് മുൻപ് ഡൈജഷൻ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാ. അതാകുന്നുമുണ്ട്, അത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് മാനസികമായ നന്മയ്ക്കുള്ള ആചാരം, ശാരീരികമായ നന്മയ്ക്കുള്ള ആചാരം. മൂന്നാമത്തെ ആചാരം അല്ലെങ്കിൽ ആചാരത്തിന്റെ മൂന്നാമത്തെ ഗുണം കുടുംബ ഭദ്രത, കുടുംബ ബന്ധങ്ങളാണ്. ഈ കുടുംബത്തില്, ഒരു വീട്ടില് അച്ഛൻ, അമ്മ, മക്കള് ഇവരെല്ലാം കൂടി ചേർന്ന ആ റിലേഷൻഷിപ്പ്, ബോണ്ടേജ് അത് വളർത്തണമെങ്കിൽ കുട്ടികൾക്ക് ബന്ധത്തെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതി കൊടുത്താൽ മതിയാവില്ല. ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് അമ്മയെ ബഹുമാനിക്കണം, ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാണ് അച്ഛനെ ബഹുമാനിക്കണം, എന്നിട്ട് 25 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാൻ പറയുക. ആ കുട്ടി മെക്കാനിക്കലി എഴുതും, അച്ഛനെ ബഹുമാനിക്കണം, അച്ഛനെ ബഹുമാനിക്കണം, അച്ഛനെ ബഹുമാനിക്കണം. എന്നിട്ട് അച്ഛൻ്റെ കൈ കൊണ്ടു കൊടുത്താൽ അത് ഒരിട്ട പോക്കും പോവും. ആ ഇമ്പോസിഷൻ കൊണ്ട് കുടുംബ ബന്ധം വളരില്ല. അതേ സമയത്ത് കുട്ടിയോട് രാവിലെ 3, 4, 5, 6 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യാൻ പറയുന്ന സമയത്ത് അവസാനത്തെ 2 നമസ്കാരം ഒന്ന് അമ്മയ്ക്ക് ചെയ്യാൻ പറയാ. അമ്മയ്ക്കുള്ള നമസ്കാരം, രണ്ടാമത്തെ നമസ്കാരം അച്ഛനുള്ള നമസ്കാരം. അത് പൂജാമുറിയിലിരുന്ന് ചെയ്താൽ മതി. അച്ഛൻ കിടക്കുന്ന ബെഡിൽ ചെന്ന് നമസ്കരിക്കണം എന്നില്ല. അമ്മ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് കുട്ടി നമസ്കരിക്കാൻ പോണമെന്നില്ല. മറിച്ച് ആ പൂജാമുറിയില് സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തില് ഒരു നമസ്കാരം മാതൃഭ്യോ നമഃ, എന്റെ അമ്മയ്ക്ക്. അമ്മ മുമ്പിലുണ്ടെങ്കിലും അമ്മ മുമ്പിലില്ലെങ്കിലും, അമ്മ കേരളത്തിലാണെങ്കിലും, ചിലപ്പോൾ ചിലർക്ക് അമ്മ ഒരുപക്ഷെ ജീവിച്ചിരിപ്പില്ല എന്ന് വരും. എങ്കിലും കുഴപ്പമില്ല,
ഒരു നമസ്കാരം അമ്മയ്ക്ക്. എന്തിനാ നമസ്കാരം? അമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം, അമ്മയുടെ ജീവിതത്തിലെ മേജർ പോർഷൻ മുഴുവനും കുഞ്ഞായിരുന്ന നമ്മളെ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് അമ്മയോട് നമുക്കുള്ള കടപ്പാട് ഏറ്റവും വലിയ കടപ്പാടാണ്. ആ കടപ്പാട് എങ്ങനെയാ തീർക്കുക? ഒരു കാരണവശാലും നമുക്ക് തീർക്കാൻ സാധ്യമല്ല. വയസ്സാകുമ്പോൾ നമ്മൾ അവരുടെ കൈപിടിച്ച് അവർക്ക് നടക്കാൻ വിഷമം തോന്നുന്ന പ്രായത്തില് അവരെ സഹായിക്കാൻ സാധിക്കണം. എന്തുകൊണ്ട്? നമുക്ക് നടക്കാൻ പറ്റാതിരുന്ന കാലത്ത്, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് നമ്മളെ കൈപിടിച്ച് നടത്തിച്ച അമ്മ, കൈപിടിച്ച് നടത്തിച്ച അച്ഛൻ കുറച്ചു കഴിയുമ്പോൾ അവർക്ക് സ്വയം നടക്കാൻ പറ്റാതെ വരുന്ന കാലഘട്ടത്തില് അവരെ സഹായിക്കാൻ ഈ മകൾക്ക് ബാധ്യതയുണ്ട് എന്നറിയണമെങ്കിൽ അമ്മയോട് തോന്നേണ്ട അഗാധമായ ബഹുമാനവും സ്നേഹവും, അച്ഛനോട് തോന്നേണ്ട സ്നേഹവും ബഹുമാനവും നിരന്തരം ആചാരത്തിലൂടെ തോന്നിക്കണം. ചില ദിവസങ്ങളിൽ മദേഴ്സ് ഡേ ഇപ്പോ ഉണ്ട്. ആ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്താലൊന്നും അമ്മയോട് സ്നേഹവും ബഹുമാനവും ഒന്നും തോന്നില്ല. അത് പാശ്ചാത്യ സമൂഹത്തിന്റെ ലക്ഷണമാണ്, നമ്മുടെ ലക്ഷണമൊന്നും അല്ലാതെ. നമ്മളുടെ ബന്ധം അമ്മ എന്ന് പറയുന്നത് സർവ്വതുമാണ്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അതുകൊണ്ട് അമ്മയോട് അച്ഛനോട് ബഹുമാനം തോന്നാൻ ഒരു ദിവസം രാവിലെ നടത്തുന്ന അനവധി സൂര്യ നമസ്കാരങ്ങളില്, അല്ലെങ്കിൽ 5-6 സൂര്യ നമസ്കാരങ്ങളില് അവസാനത്തെ 2 നമസ്കാരത്തിൽ ഒന്നമ്മയ്ക്ക്, രണ്ടാമത്തേത് അച്ഛന്റെ പേര് പറഞ്ഞ് നടത്താം. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. 365 ദിവസവും കുട്ടികള് അമ്മയെയും അച്ഛനെയും ഓർക്കുകയാണെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും പ്രായമാകുമ്പോൾ യാതൊരു സംശയമില്ല, ആ കുട്ടികൾ അവരെ സഹായിക്കാൻ വരും. ആ കുട്ടികൾക്ക് അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ ആ കുട്ടികൾ അച്ഛനെയും അമ്മയെയും നോക്കിയില്ല എന്ന് ഭാവിയിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് കാരണം ഈ അച്ഛനും അമ്മയും തന്നെയാ. ബാക്കിയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അച്ഛനെയും അമ്മയെയും പരിചരിക്കേണ്ടത് ഒന്നും കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ കുട്ടിക്ക് എങ്ങനെ അറിയാം? അച്ഛൻ മരിച്ചു പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞോളൂ. ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരും. അച്ഛന് തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ ഡോക്ടർ പറയും ഒരു കുഴലിടാൻ. ഈ മകൻ ഒരു കുഴല് കുത്തി അകത്തേക്ക് കയറ്റും. ആ ഫീലിംഗ് ഒന്നും മകൻ ഉണ്ടാവില്ല, മകൻ ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ കുടുംബ ബന്ധം, അച്ഛൻ അമ്മ മക്കള്, ഈ ബന്ധം സുദൃഢമാക്കാൻ അനവധി ആചാരങ്ങൾ ഭാരതത്തിലുണ്ട്. ആ ആചാരങ്ങൾ മുഴുവനും അനുശാസിക്കാൻ അതിൻ്റെ ശാസ്ത്രീയമായ പ്രയോജനം നോക്കിക്കൊണ്ട് പഠിക്കണം. അപ്പോൾ മാനസികമായ നന്മയ്ക്കുള്ള ആചാരങ്ങള്, ശാരീരികമായ നന്മയ്ക്കുള്ള ആചാരങ്ങള്, മൂന്നാമത്തേത് കുടുംബ ഭദ്രതയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ. കുറേ ആചാരങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വയം അനുഷ്ഠിക്കാവുന്നതേ ഉള്ളൂ, അതെല്ലാം സ്വയം വിശകലനം ചെയ്യാവുന്നതേ ഉള്ളൂ. നാലാമത്തേത് സാമൂഹിക ബന്ധം സുദൃഢമാക്കുന്ന ആചാരങ്ങൾ. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. മറ്റേത് മൃഗത്തിന് എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ വേറൊരു മൃഗം വന്ന് സഹായിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഏത് സമയത്തും മറ്റൊരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് രാത്രിയില് ഒരാൾക്ക് വീട്ടിൽ സുഖമില്ലാതെ വന്നു എങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. ആ വ്യക്തിയുടെ സഹായം വേണമെങ്കിൽ സാമൂഹിക ബന്ധം വളരണം. സാമൂഹിക ബന്ധം വളരണമെങ്കിൽ സാമൂഹിക ബന്ധം വളർത്തുന്ന അനവധി ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളാണ് പരസ്പരം ജന്മദിനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഒരാളുടെ ജന്മദിനത്തിന് ഒരാളെ വിളിച്ച് വീട്ടിനകത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യുന്നു. സാധാരണ എന്താ പറയുക? ജന്മദിനത്തിന് ഹാപ്പി ബർത്ത്ഡേ ഫോർ യു എന്നല്ലേ പറയുക. ഞാൻ അങ്ങനെയല്ല പറയുക. എല്ലാ ബർത്ത്ഡേക്കും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് സ്വകാര്യമായിട്ട് ചെവി പറയും, മൈ ഡീപ്പ് കണ്ടോളൻസ് ഫോർ യു ഫോർ ദിസ് ബർത്ത്ഡേ. എന്താ കാരണം എന്നറിയാമോ? അയാളുടെ ഒരു ബർത്ത്ഡേയും കൂടി കഴിഞ്ഞു. അയാൾ ശ്മശാനത്തിലേക്ക് ഒരു ദിവസവും കൂടി അടുക്കുക.
അപ്പൊ 60 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ യോഗമുള്ള വ്യക്തിയുടെ 52 ബർത്ത്ഡേ കഴിഞ്ഞു, 53ാമത്തെ കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയാണോ വേണ്ടത്, ദുഃഖിക്കുകയാണോ വേണ്ടത്? പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ ചെവി പോയിട്ടേ പറയാൻ പറ്റുള്ളൂ ഐ ഡീപ് കണ്ടോളൻസ്. കാരണം മൊത്തം 60 യോഗമുള്ളൂ, അതിൽ 52 എണ്ണം കഴിഞ്ഞു, അപ്പൊ ഇനി 8 എണ്ണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡീപ് കണ്ടോളൻസ് എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും അയാളോട് പറയാം, 52ാം ജന്മദിനം ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശിഷ്ടകാല ജീവിതത്തിന്റെ അല്പമെങ്കിലും മാനവരാശിയുടെ, മനുഷ്യ സമൂഹത്തിന്റെ, നമ്മൾ ജീവിക്കുന്ന ആ സമൂഹത്തിന്റെ നന്മയ്ക്ക്, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ഉപയോഗിക്കാൻ അങ്ങക്ക് ജഗദീശ്വരാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തു വരുമ്പോൾ സാമൂഹിക ബന്ധം അടിയുറച്ച് അത് വളരുകയാണ് ചെയ്യുന്നത്. അനവധി സാമൂഹിക ആചാരങ്ങളുണ്ട്. കുട്ടിയുടെ ഈ ബർത്ത്ഡേക്ക്, നമ്മളുടെ ബർത്ത്ഡേക്ക്, ഗൃഹപ്രവേശന സമയത്ത്, വീടിന് തറക്കല്ലിടുന്ന സമയത്ത്, അതുപോലെ തന്നെ ആരെങ്കിലുമായി കുട്ടിയുടെ വിദ്യാരംഭത്തിന്, അങ്ങനെ അനവധി, കുട്ടിയുടെ ചോറൂണിന്, കുട്ടിയുടെ നാമകരണത്തിന്, നിഷ്ക്രമണത്തിന് എത്ര ആചാരങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഈ ആചാരങ്ങൾ മുഴുവനും തന്നെ മറ്റു കുടുംബാംഗങ്ങൾ നമ്മളുടെ വീട്ടിലേക്ക് വന്നും നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയും പരസ്പരം ഷെയർ ചെയ്ത് അനുഭവിക്കേണ്ട, അനുശാസിക്കേണ്ട ആചാരങ്ങളാണ്. ഇത് കുടുംബ നന്മയ്ക്കുള്ള ആചാരങ്ങളാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുക? എനിക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, ഇപ്പൊ സോഹറിൽ ജീവിക്കുന്ന നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, വേറൊരു ആവശ്യത്തിന് പോകേണ്ടി വന്നു, സ്വാഭാവികമായും മറ്റുള്ളവരുടെ സഹായം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആ സഹായത്തിന് വേണ്ടി മാത്രം മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ആ വ്യക്തി പറയും, ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് പറ്റില്ല, വേറെ ആരെയെങ്കിലും നോക്കാൻ പറയും. അതേ സമയത്ത് ഒരു സാമൂഹിക ബന്ധം നമ്മൾ തമ്മിൽ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏത് സുഖത്തിലും ഏത് ദുഃഖത്തിലും അവരെല്ലാം നമ്മളെ സഹായിക്കാൻ വരും. അതുകൊണ്ട് സാമൂഹിക ബന്ധം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മസ്കറ്റിൽ നടക്കുന്ന ഓരോ പ്രഭാഷണത്തിലും ഓരോ വ്യക്തികളും പലരെയും പരിചയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ചില മഹാരാഷ്ട്രീയൻസ് വന്ന് കേരളീയരുടെ വീട്ടിൽ വന്ന് അടുക്കളയിൽ വരെ പോയി എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും പരസ്പരം സഹകരിക്കുകയൊക്കെ ചെയ്തപ്പോ അത്ഭുതം തോന്നി. മലയാളി മാത്രമല്ല കൂട്ടുകാരനായിട്ടുള്ളത്, ബന്ധത്തിന് കാരണമായിട്ടുള്ളത്. ധാരാളം ഗുജറാത്തികളുണ്ട്, ധാരാളം മഹാരാഷ്ട്രീയൻസ് ഉണ്ട്, അതുപോലെ മംഗലാപുരത്തുകാരുണ്ട്, കുറെ തമിഴിയൻസ് ഉണ്ട്, കർണാടകത്തുകാരുണ്ട്. ഒരു പക്ഷേ ഞാൻ മലയാളികൾ മാത്രമായിട്ടേ കൂടുള്ളൂ എന്ന് വിചാരിച്ചൊരു സാമൂഹിക ബന്ധമുണ്ടാക്കിയാൽ ഈ രാഷ്ട്രത്തെ ഒരുമിച്ച് കാണാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചു എന്നേ വരില്ല. അതുകൊണ്ട് നമ്മളുടെ കർമ്മമണ്ഡലം ഏതാണെങ്കിലും, ഉദാഹരണമായിട്ട് സത്യസായി ബാബയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവര് ഒരു മതിൽ കെട്ടിയിട്ട് സായിബാബയിലൂടെ മാത്രമേ മോക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അവര് മതിൽക്കെട്ട് തകർത്ത് മാറ്റിയിട്ട് സായിബാബയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കണം. മൃതാനന്ദമയുടെ അനുശാസകരുണ്ട്, അമ്മയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കണം. ശ്രീ രവിശങ്കറിന്റെ അനുയായികളുണ്ട് ധാരാളം പേര്. അവര് ഗുരുജിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? നന്മയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും അറിയാനും അറിവ് നേടി ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഉയരാനും നമുക്ക് അവസരം ലഭിക്കുന്നു. അപ്പോൾ ആ സാമൂഹിക ബന്ധം, ഒത്തുചേരല്, ഇന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുചേരാൻ സാധിച്ചത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച കുറെ വ്യക്തികള് അവരുടെ സാമൂഹിക ബന്ധം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ്. അവർക്ക് എന്താ ഇതിൽ നിന്ന് ലാഭം കിട്ടാനുള്ളത്? പേര് കിട്ടാനില്ല, അവർക്ക് സ്ഥാനം കിട്ടാനില്ല, കയ്യിൽ നിന്ന് എത്രയോ പൈസ ചെലവായിട്ടുണ്ട്. എത്ര പേരെ ബന്ധപ്പെട്ടിട്ട് അവർ ഈ 1 മാസമായിട്ട് ഈ പ്രവർത്തനം ചെയ്തത്? അതവർക്ക് സാധിച്ചത് അവരുടെ സാമൂഹിക ബന്ധം കൊണ്ടാണ്. ഇത് മുഴുവനും അറിഞ്ഞോ അറിയാതെയോ
ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സാമൂഹിക ആചാരങ്ങള് നിർബന്ധമായും ജീവിതത്തിൽ അനുശാസിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അത് സാമൂഹിക ബന്ധത്തിനുള്ളതാണ്. അഞ്ചാമത്തേത് രാഷ്ട്ര നന്മയ്ക്കുള്ള ആചാരങ്ങള്, ദേശത്തെ ഒരുമിച്ച് ചേർക്കുന്ന ആചാരങ്ങള്. ആ ദേശത്തെ ഒരുമിച്ച് ചേർക്കുന്ന ആചാരങ്ങൾ എന്താ? പ്രാതസ്മരണ. ചിലർക്കറിയാമായിരിക്കും, പണ്ട് അപ്പൂപ്പന്മാരെല്ലാവരും കുളിക്കാൻ പോകുന്നതിന് മുൻപ് കുളത്തിലെ വെള്ളം അല്ലെങ്കിൽ പുഴയിലെ വെള്ളം അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളം കൈകൊണ്ട് സ്പർശിച്ച് ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഈ ബക്കറ്റിലുള്ള വെള്ളത്തില്, എവിടെയുള്ള ബക്കറ്റ്? മസ്കറ്റിലുള്ള ബക്കറ്റിലെ വെള്ളത്തില് ഇന്ത്യയിലുള്ള ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും ഗോദാവരിയിൽ നിന്നും നർമ്മദയിൽ നിന്നും കാവേരിയിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാ വരുമോ? വന്നാലും വന്നില്ലെങ്കിലും ഒരു വലിയ സന്ദേശം ആ ആചാരത്തിനകത്തുണ്ട്. എന്റെ ഭാരതം ഗംഗ ഉത്ഭവിക്കുന്ന ഗംഗോത്രി എന്ന് പറയുന്ന കാശ്മീരിൽ നിന്ന് കാവേരി ഒഴുകി അവസാനിക്കുന്ന ഈ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ വരെയുള്ള ആ ഭാരത ഭൂമിയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്ന ആ നദികളെല്ലാം എന്റെ രാഷ്ട്രത്തെ ഒറ്റ രാഷ്ട്രമാക്കി നിലനിർത്തി എന്റെ മനസ്സില് രാഷ്ട്രത്തിന്റെ ചിന്ത അതിരാവിലെ വരുത്തുകയാണ് ചെയ്യുന്നത്. എന്റെ മനസ്സില് ഭാരതത്തെക്കുറിച്ചുള്ള ചിന്ത വരുത്തുന്നു. അത് രാഷ്ട്ര നന്മയ്ക്കുള്ളതാ. 2500-3000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു മന്ത്രമാണത്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി. 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ് ഇംഗ്ലീഷുകാര് ഇന്ത്യയെ ഒന്നാക്കിയത് എന്ന് പറയാറുണ്ട്. അന്നുവരെ ഇന്ത്യക്കാര് പരസ്പരം അടിച്ചുകൊണ്ടിരുന്നു എന്നും അവര് തമ്മിത്തല്ലിക്കൊണ്ടിരുന്നതിനെ നിർത്തിയിട്ട് ഇന്ത്യയെ ഒരു രാജ്യമാക്കിയത് ഇംഗ്ലീഷുകാരാണ് എന്ന് പറയുന്നത് തെറ്റാ. ഇന്ത്യ സാംസ്കാരികമായിട്ട് ധാർമ്മികമായിട്ട് മൂല്യത്തിന്റെ അടിസ്ഥാനത്തില് ഒറ്റ രാഷ്ട്രമായിരുന്നു. അതിന്റെ തെളിവാണിത്. ഗംഗേ ച യമുനേ ചൈവ എന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രാതസ്മരണയില് നമ്മൾ പറയാറുണ്ട്, മഹേന്ദ്രോ മലയ സഹ്യോ ദേവതാത്മാ ഹിമാലയ രേവാച വിന്ധ്യാച ഗിരിശ്ച ആരാവലിസ്തദാ. 7 പർവ്വതങ്ങളുടെ പേര് രാവിലെ പറയാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് എന്തെല്ലാം ജോലി ചെയ്യാനുണ്ട് നമുക്ക്. എന്തിനായി 7 പർവ്വതങ്ങളുടെ പേര് പറയുന്നത്? ഈ ഒരു 5 സെക്കൻഡ് കൊണ്ട്, ആ 5 സെക്കൻഡിൽ ഈ മന്ത്രം പ്രാതസ്മരണയിൽ പറയുമ്പോൾ ഭാരതത്തിന്റെ മുഴുവനും പിക്ചർ നമ്മളുടെ മനസ്സിൽ വരിക ചെയ്യുന്നത്. ആ പിക്ചർ അവരെല്ലാവരുടെയും മനസ്സിൽ വരുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ രാഷ്ട്രം ഒന്നായിട്ട് തന്നെ നിലനിന്നിരുന്നത്. ഉത്തര ഭാരതീയരോട് പറഞ്ഞു, നിങ്ങൾ തീർത്ഥാടനത്തിന് പോവാണെങ്കിൽ, ഉത്തര ഭാരതീയര് തീർത്ഥാടനത്തിലേക്ക് പോവാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള രാമേശ്വരത്തിലേക്കോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിലേക്കോ വരണം. ദക്ഷിണ ഭാരതീയരോട് പറഞ്ഞു, നിങ്ങൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ കാശി, ഗയ, അതുപോലെ പ്രയാഗ, അങ്ങനെ ആ ഭാഗത്തേക്ക് പോകണം. എന്തുകൊണ്ടാ ദക്ഷിണ ഭാരതീയരോട് ഉത്തര ഭാരതത്തിലേക്കും ഉത്തര ഭാരതീയരോട് ദക്ഷിണ ഭാരതത്തിലേക്കും വരാൻ പറഞ്ഞത്? കാരണം സിമ്പിളാണ്. ഈ രാഷ്ട്രത്തെ ഒന്നാക്കി നിലനിർത്താനുള്ള ആയിരക്കണക്കിന് ആചാരങ്ങള് അത് മുഴുവനും ഈ നാട്ടില് പ്രാബല്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നാട് എന്നും ഒന്നായത്. അതല്ലായിരുന്നു എങ്കില് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത്, ഇന്ദിരാഗാന്ധിയെ വധിച്ച സമയത്ത് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞു, ഭാരതം ചെറിയ ചെറിയ സ്റ്റേറ്റുകളായിട്ടുള്ള ഭാരതം ചെറിയ രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. റഷ്യയുടെ അനുഭവം നിങ്ങൾക്കറിയാം. അവിടെ ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞ തുറന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ റഷ്യ കഷ്ണം കഷ്ണമായിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങളായി തീർന്നു. ഇവിടെ ഇന്ദിരാഗാന്ധിയെ വധിച്ചപ്പോൾ ഭാരതം സ്പ്ലിറ്റായിട്ട് പല രാജ്യങ്ങളായി തീരുമെന്ന് അമേരിക്കക്കാര് പറഞ്ഞത്
100% തെറ്റാണെന്ന് ഭാരതം തെളിയിച്ചു. ഇന്ദിരാഗാന്ധിയെ വധിച്ചു, ഭാരതം സ്പ്ലിറ്റ് ആയില്ല. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു, ഭാരതം സ്പ്ലിറ്റ് ആയില്ല. ഖാലിസ്ഥാൻ മൂവ്മെന്റ്, പഞ്ചാബികളെല്ലാം പുതിയ ഖാലിസ്ഥാൻ ഉണ്ടാക്കാൻ പാസ്പോർട്ടും വിസയും അതുപോലെ തന്നെ ഖാലിസ്ഥാന്റെ നോട്ടും അടക്കം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും ഇന്ന് നിങ്ങൾക്ക് പഞ്ചാബിൽ പോയാൽ കാണാൻ സാധിക്കും. ഖാലിസ്ഥാന്റെ പാസ്പോർട്ട് ഉണ്ട്, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ്. ഖാലിസ്ഥാന്റെ രൂപ നോട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഞ്ചാബ് ഖാലിസ്ഥാനായി തീർന്നില്ല. ഇന്നും ആ രാഷ്ട്രം ഒന്നായി തന്നെ നിലനിൽക്കുന്നു. അതിന് കാരണം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അനവധി ആചാരങ്ങൾ നമ്മളെ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം എന്താ ശ്രദ്ധിക്കാനുള്ളത്? നമ്മളുടെ എല്ലാ ആചാരങ്ങളും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് മാനസികമായ നന്മയ്ക്കുള്ള ആചാരങ്ങള്, ശാരീരികമായ നന്മയ്ക്കുള്ള ആചാരങ്ങള്, അതുപോലെ തന്നെ കുടുംബപരമായ നന്മയ്ക്ക്, സാമൂഹിക നന്മയ്ക്ക്, രാഷ്ട്രപരമായ നന്മയ്ക്ക് ഉള്ള ആചാരങ്ങളാക്കി വേർതിരിച്ച് അനലൈസ് ചെയ്യണം. ഇനി സാധാരണ എല്ലാവരും ചോദിക്കാറുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. പൂജാമുറി എങ്ങനെ വേണം? പൂജാമുറിയില് ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന വിധത്തില് പൂജാമുറി ക്രമീകരിക്കണം. കുട്ടികളുടെ പഠനമുറി കുട്ടികളെ കിഴക്കോട്ട് നോക്കി ആ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന വിധത്തില് പഠനമുറി സാധിക്കുന്നത്രയും ക്രമീകരിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലല്ല പൂജാമുറിയുടെ ഘടന എങ്കില് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന്, അതും പറ്റിയില്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന്, ഇപ്പൊ ഫസ്റ്റ് ചോയ്സ് കിഴക്കോട്ട്, സെക്കൻഡ് ചോയ്സ് പടിഞ്ഞാട്ട്, തേർഡ് ചോയ്സ് വടക്കോട്ട്. ഒരു കാരണവശാലും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. പൂജാമുറിയില് മുമ്പോട്ടും പുറകോട്ടും 2 തിരിയിട്ട വിളക്ക ആണ് കത്തിക്കേണ്ടത്. 2 തിരി അല്ല, 1 തിരിയേ പാടുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ സാധാരണ 1 തിരി ഉപയോഗിക്കുന്നത്. സർപ്പക്കാവിന് വിളക്ക് വെക്കുമ്പോഴോ അച്ഛന്റെയും അമ്മയുടെയും അസ്ഥി പൂജിക്കുന്ന അസ്ഥിമാടത്തിലോ ആണ് ഒറ്റ തിരി വിളക്ക് വെക്കുക. വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ മുമ്പോട്ടും പുറകോട്ടും 2 തിരി ഇട്ട് വിളക്ക് കത്തിക്കണം. ചില വീട്ടില് ലക്ഷ്മി വിളക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മുകളിലേക്ക് ഒറ്റ തിരിയേ പറ്റുള്ളൂ. അതിലെങ്ങനെയാ 2 തിരി ഇടുക? 1 തിരി ഇട്ടാ മതി. കാരണം ഈ തിരി ഇട്ടിട്ട് ഈശ്വരന് വിളക്ക് കാണിച്ച്, ഈശ്വരൻ കണ്ണു കാണാത്ത പാർട്ടിയല്ല, അങ്ങനെ നല്ലോണം കണ്ണു കാണാം. കണ്ണു കാണാത്ത പാർട്ടി നമ്മൾ തന്നെയാണ്. അപ്പൊ വിളക്ക് കത്തിക്കുന്നത് നമ്മളുടെ ആവശ്യമാണ്. ലക്ഷ്മി വിളക്കിൽ 2 തിരി ഇടാൻ വേണ്ടി നിൽക്കണ്ട. ഇതേമാതിരി തിരിയിടാൻ സൗകര്യമുള്ള വിളക്കാണെങ്കിൽ 2 തിരിയിടുക. ചിലപ്പോൾ ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്കില് ആ തിരിയിടാനുള്ള ആ സ്പോട്ടുകളുണ്ട്. അത് 5 ഡയറക്ഷനിലേക്കാണ്. അങ്ങനെ 2 തിരിയിടുമ്പോൾ കൃത്യം ഒരെണ്ണം ഒരു വശത്തേക്കും മറ്റൊരെണ്ണം മറ്റു വശത്തേക്കും വരണം. ആ കുഴി എവിടെയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ വേണം. 15 മിനിറ്റെങ്കിലും രാവിലെ പ്രാർത്ഥിക്കണം. 5 മിനിറ്റ് കീർത്തനങ്ങൾ ചൊല്ലണം. അറിയാവുന്ന കീർത്തനങ്ങള് അക്ഷരസ്ഫുടതയോടുകൂടി ചൊല്ലണം. വേദമന്ത്രങ്ങള് അറിയാവുന്നവര് മാത്രമേ ചൊല്ലാവൂ. അറിയാത്തവര് വേദമന്ത്രങ്ങൾ ചൊല്ലാൻ നിൽക്കരുത്. വേദമന്ത്രങ്ങൾക്ക് ശ്രുതിയുണ്ട്. ശ്രുതി അറിയാതെ ഓം പ്രചോദയാത് എന്ന് ഗായത്രി മന്ത്രം ചൊല്ലിയാൽ ആവശ്യമില്ലാതെ അബദ്ധം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇന്നിപ്പോ നല്ല ഒരു കീർത്തനം ചൊല്ലിയിരുന്നു. അഖിലാണ്ട മണ്ഡലമണീച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ആ കീർത്തനം മതി. ഈശ്വരന് അതാ ഇഷ്ടം. വേദമന്ത്രം ചൊല്ലുകയാണെങ്കിൽ വേദത്തിന് ശ്രുതിയുണ്ട്. മുകളിലേക്കും താഴത്തേക്കും ചൊല്ലുന്ന ശ്രുതിയോടുകൂടിയേ ചൊല്ലാവൂ. ശ്രുതിയോടുകൂടി വേദമന്ത്രം ചൊല്ലിയാലേ അതിന് ഇഫക്റ്റ് ഉള്ളൂ. അപ്പൊ ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ചൊല്ലാമോ എന്ന് ചോദിക്കാറുണ്ട്. ശ്രുതി അറിയാമെങ്കിൽ ഗായത്രി മന്ത്രം ചൊല്ലാം. എത്ര ഗായത്രി മന്ത്രം ചൊല്ലണം? 11, 21, 41, 108 ചൊല്ലാം. പക്ഷെ ശ്രുതി അറിയാത്തവര് ചൊല്ലണ്ട. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും സ്ത്രീകൾക്ക് ചൊല്ലാമോ? ചൊല്ലാവുന്നതാണ്. ശുദ്ധമായ വീട്ടില് ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നതില് ഒരു തെറ്റുമില്ല. നമുക്ക് ചൊല്ലാൻ സാധിക്കും. വീട്ടിനകത്ത് പൂജാമുറി എങ്ങനെയാ ക്രമീകരിക്കേണ്ടത്? വളരെ കൂടുതൽ പടം വെച്ച്
ഒരു പൂജാമുറി വേണ്ട. നല്ല ഐശ്വര്യമുള്ള പടം 4, 5, 3, 1, 2, 8, 10 എത്ര വേണമെങ്കിൽ വെക്കാം. ഐശ്വര്യം ഉണ്ടാകണം. വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും 10,000 രൂപ വിലയുള്ളത്, ഈശ്വരന്റെ മുറിയിൽ വെച്ചിരിക്കുന്ന പടം മാത്രം 3 രൂപ വിലയുള്ളത്, അത് ഈശ്വരന് ദേഷ്യം വരും, ഉറപ്പാ. ബാക്കി ഒന്നിലും ഈശ്വരന് യാതൊരു വിഷമവും ഇല്ല. അതായത് അങ്ങേരുടെ കാര്യത്തിൽ മാത്രം വേസ്റ്റ് ആയിട്ടുള്ള പടം വയ്ക്കുക, ബാക്കി എല്ലാത്തിനും ഇഷ്ടം മാതിരി ഉണ്ട് എന്നുള്ള രീതിയിൽ ധരിക്കാം. അപ്പൊ നല്ല പടം വെക്കുക. ആ പടത്തിൽ കൊണ്ടുപോയിട്ട് ചന്ദനത്തിരി കുത്തരുത്, ചീത്ത സ്മെല്ലുള്ള ചന്ദനത്തിരി ഉപയോഗിക്കരുത്. 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിൽ പുഷ്പാർച്ചന നടത്തുകയാണെങ്കിൽ തുളസിയോ പുഷ്പമോ ഉപയോഗിച്ച് നടത്താം. ഇത്രയും കാര്യങ്ങൾ രാവിലെ പൂജയിൽ നമ്മൾ ഓർക്കണം. അടുപ്പത്ത് കഞ്ഞിയോ അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് സാധിക്കുമെങ്കിൽ ഒന്ന് അടുപ്പ് തൊട്ട് തലയിൽ വെക്കുക. പണ്ട് എല്ലാവരും ഏത് യജ്ഞത്തിന് മുമ്പും ഒരു യാഗം നടത്തുന്നത് പോലെ അടുക്കളയിൽ തീ കൊളുത്തുന്നതിന് മുൻപ് അമ്മമാര് ചെയ്യാറുള്ളതാണ് ഒരു സ്ഥാലീപാക യജ്ഞം. പണ്ടത്തെ മാതിരി ഒന്നും ചെയ്യണമെന്നില്ല. ഒരു നല്ല കർമ്മം രാവിലെ തുടങ്ങുകയാണ്, അത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ട്. അമ്മമാർക്ക് വീട്ടില് തുളസി വെക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ കിഴക്ക് വശത്ത് തുളസി വെക്കുക. തുളസി വെച്ച് ജയിലിൽ പോകുമെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തുളസി വെച്ചാൽ അതിന് വെള്ളമൊഴിക്കണം. സാധിക്കുമെങ്കിൽ ഒരു 2 or 3 പ്രദക്ഷിണം വെക്കണം. രാവിലെ കുളി കഴിഞ്ഞ് ആ കർമ്മങ്ങൾ ചെയ്യണം. ഇതെല്ലാം നമ്മളുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്, അനുശാസിക്കാവുന്നതാണ്. ധാരാളം ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങളെല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. പുസ്തകമായിട്ട് ലഭ്യമാണ്, കാസറ്റുകളായിട്ടും ലഭ്യമാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി കിടക്കുന്നത് വരെയുള്ള ആചാരങ്ങള് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് കർക്കിടക മാസം 32-ാം തീയതി വരെയുള്ള ആചാരങ്ങളും കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആചാരങ്ങളെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അതിപ്പോ ചോദിക്കാവുന്നതാണ്. അതിനൊരു 7 or 8 മിനിറ്റ് ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. ആ അല്ലെങ്കിൽ 10 മിനിറ്റ്. ധാരാളം ചോദ്യങ്ങൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മസ്കറ്റിൽ നടത്തിയ പ്രോഗ്രാമില് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം ആചാരത്തെ കുറിച്ചുണ്ടായിരുന്നു. ആ സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ 10 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കാം. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആചാരങ്ങൾ എന്താണെന്ന്. ശാരീരികമായ നന്മയ്ക്കുള്ള ആചാരം, മാനസിക നന്മയ്ക്കുള്ള ആചാരം, കുടുംബപരമായ നന്മയ്ക്കുള്ള ആചാരം, സാമൂഹിക നന്മയ്ക്കുള്ള ആചാരം, രാഷ്ട്രത്തിന്റെ നന്മയ്ക്കുള്ള ആചാരങ്ങൾ. ഈ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളായിട്ട് ഒരിക്കലും ഫോളോ ചെയ്യരുത്. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഒരു സ്വർണ്ണമോതിരത്തിൽ കല്ല് വെച്ചാൽ നല്ലതാണെന്ന് പറയാറുണ്ട്. സ്വർണ്ണമോതിരത്തിൽ കല്ല് വെച്ചാൽ നല്ലതാണ് എന്ന് സ്വയം ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തറക്കേടില്ല. ആ വിശ്വാസം ഇല്ലാത്തയിടത്തോളം കാലം ഈ കല്ലിന് നിങ്ങളില് ഒരു മാറ്റവും വരുത്താൻ സാധ്യമല്ല. അങ്ങനെ ഒരു കല്ല് വെച്ചാൽ നിങ്ങൾക്ക് വ്യത്യാസം വരുമെങ്കിൽ നമ്മളുടെ ഒത്തിരി ആശുപത്രികൾ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കല്ലിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പൊ വിശ്വാസവും വിശ്വാസമില്ലാത്തതുമായ ആ അവസ്ഥ എങ്ങനെയാ വരിക? ഉദാഹരണമായിട്ട് ഒരു ചെറിയ കഥ പറയാം. മദ്രാസില് അപ്പോളോ ആശുപത്രിയില് ഡോക്ടർ ബി രാമമൂർത്തി എന്നൊരു പ്രസിദ്ധനായ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ കഴിഞ്ഞ 6 മാസമായിട്ടൊരു ടെസ്റ്റ് നടത്തി. കുറെ രോഗികള് അദ്ദേഹത്തിനെ കാണാൻ വരും രാവിലെ. അവരെ കാണാൻ വരുന്നതിന് മുമ്പ് ECG എടുക്കും, അവരുടെ BP എടുക്കും, ബ്ലഡിലെ കൊളസ്ട്രോൾ എല്ലാം നോക്കും, EEG എടുക്കും, തലയുടെ EEG എടുക്കും. എല്ലാ ടെസ്റ്റും ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്യും. അവസാനം ഈ രോഗി ഡോക്ടറുടെ അടുത്തേക്ക് വരും. ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ നല്ല രീതിയിൽ ഈ രോഗികളോട് സംസാരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ അസുഖം, ആ അസുഖമൊക്കെ ഭേദമാകും, ഒരു പ്രശ്നമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഡോക്ടറുടെ അടുത്ത് ഈ രോഗി എല്ലാ കാര്യങ്ങളും പറയും. ഡോക്ടർ വളരെ സന്തോഷത്തോടു കൂടി വിശ്വാസം നൽകുന്ന വിധത്തിൽ സംസാരിക്കും. എന്നിട്ട് രോഗിയോട് ഡോക്ടർ ബി രാമമൂർത്തി അദ്ദേഹത്തിന്റെ
കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ, ഡോക്ടർ വേണുഗോപാൽ, മറ്റൊരു ഡോക്ടർ ലീല മേനോൻ, 3 ഡോക്ടർമാരാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. കയ്യില് ഒരു ഗുളിക വെച്ചിട്ട് ഈ രോഗിയോട് പറയും, ഈ ഗുളിക നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖമെല്ലാം മാറും, അത് ഞാൻ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് തരികയാണ്. എന്നിട്ട് ഈ ഗുളികയില് കൈ അമർത്തി പിടിച്ച് ഡോക്ടർ ബി രാമമൂർത്തി, ന്യൂറോ സർജനാണ്, അതിപ്രഗത്ഭനായ ഡോക്ടറാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഡോക്ടറാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൺസൾട്ടന്റ് ആണ്. ഇന്ന് നിസ്തർക്കം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടർമാരിൽ ഒരാളെന്ന് പറയാവുന്ന ഡോക്ടർ ഈ ഗുളിക കയ്യിൽ വെച്ച് രോഗി നോക്കി നിൽക്കെ കണ്ണടച്ച് ആ ഗുളിക പിടിച്ച് ഇങ്ങനെ മന്ത്രം ജപിക്കും. മന്ത്രം ജപിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഗുളിക എടുത്ത് രോഗിക്ക് കൊടുക്കും. ആ രോഗി ആ ഗുളിക കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ആ രോഗിയോട് പറയും, നിങ്ങൾ ഒരു 20 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അസുഖം എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പൊ ഈ രോഗികള് ഇങ്ങനെ മരുന്ന് കഴിച്ച് 15-20 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യും. അവസാനം അയാളുടെ നേരത്തെ നടത്തിയ എല്ലാ ടെസ്റ്റും വീണ്ടും നടത്തും. ഹാർട്ട് ബീറ്റ് നോക്കും, BP നോക്കും, കൊളസ്ട്രോൾ നോക്കും, EEG നോക്കും, അയാളുടെ ഫീലിംഗ് എങ്ങനെയാണെന്ന് നോക്കും. എന്നിട്ട് ഇയാൾ തിരിച്ചു വരുത്തിയിട്ട് രാമൂർത്തി, ഇപ്പൊ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് എന്ന് ചോദിക്കും. അപ്പൊ രോഗി പറയും, കുറേ ആശ്വാസമുണ്ട്, നേരത്തെ തോന്നിയ ചെസ്റ്റ് പെയിൻ ഒന്നും ഇപ്പൊ ഇല്ല, ഒത്തിരി ആശ്വാസമുണ്ട്. ഏതാ ഗുളിക കൊടുത്തതെന്നറിയാമോ? ഗോതമ്പ് പൊടി. അപ്പൊ ആ ഗോതമ്പ് പൊടി ഗുളികയായിട്ട് കൊടുക്കുന്നതിന് മുൻപ് ആ വിശ്വാസം ആ രോഗിയിൽ ജനിപ്പിച്ചതാണ് ഈ അസുഖം മാറി എന്ന് തോന്നാൻ ആ രോഗിക്ക് കാരണമായത്. അപ്പൊ ഗോതമ്പ് പൊടിയുടെ പില്ല് അമർത്തി വെച്ച് ഈ മരുന്ന്, അതുകൊണ്ട് എല്ലാ രോഗവും മാറിയെന്നല്ല, പലർക്കും രോഗം മാറിയില്ല. പക്ഷെ ഒത്തിരി വ്യക്തികൾക്ക് 70-75% രോഗികൾ പറഞ്ഞത് നല്ല ആശ്വാസമുണ്ട്, ഞങ്ങൾക്ക് വളരെ കുറവുണ്ട്. ഇതിന് കാരണം ഫെയ്ത്താണ്, വിശ്വാസമാണ്. വിശ്വാസം വരുമ്പോൾ തലയ്ക്കകത്ത് ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവും. ആ ഹോർമോണൽ ചേഞ്ച് കുറെ അധികം നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ അന്ധവിശ്വാസം അന്ധമായി പോയാൽ ചിലപ്പോൾ നെഗറ്റീവ് ആവും. അതാകാത്തിടത്തോളം കാലം ഉറച്ച വിശ്വാസം വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകും. അപ്പൊ ഇത്രയും നമ്മൾ ആചാരത്തെ കുറിച്ച് പഠിക്കണം. ഓരോ വ്യക്തികൾക്കും ഈ ആചാരം അനുശാസിക്കാവുന്നതാണ്. രാവിലെ ചിലര് കോലമിടാറുണ്ട്. ഞാൻ പല ആചാരങ്ങളും തലങ്ങും വിലങ്ങും പറയാൻ കാരണം ഇന്നലെയും മിനിങ്ങാന്നും ഓരോരുത്തർ ചോദിച്ച ആ ചോദ്യത്തിന്റെ ബേസിസിലാണ് ഈ ആചാരങ്ങൾ പറയുന്നത്. അപ്പോൾ രാവിലെ ഇട്ടിട്ട് ചില വീട്ടിൽ കോലമിടാറുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും. അത് ചിലര് പണ്ടൊക്കെ അരിപ്പൊടി കൊണ്ടാണ് കോലമിട്ടിരുന്നത്. ഇപ്പൊ അരിപ്പൊടിക്ക് 15 രൂപയാണ്. അതിന് പകരം കരിങ്കൽ പൊടി കൊണ്ടാണ് കോലം ഇടാറുള്ളത്. കരിങ്കൽ പൊടിക്ക് 1 കിലോവിന് 1 രൂപയേ ഉള്ളൂ. ഇപ്പൊ കരിങ്കൽ പൊടി കൊണ്ട് കോലമിട്ടാൽ കോലമാവില്ല, അരിപ്പൊടി കൊണ്ട് കോലമിട്ടാലേ കോലമാവുകയുള്ളൂ. കാരണം അത് പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമാണ്. ആ അരിപ്പൊടി ഉറുമ്പുകൾ വന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോലമിടുന്നത്. ചിലപ്പോ വീട്ടില് പണ്ടത്തെ കാലത്ത് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇലയിൽ കുറച്ച് ചോറെടുത്ത് കാക്കയ്ക്ക് കൊടുക്കാറുണ്ട്. അതിന്റെ കാരണം ആ കാക്കയെ പോലെയുള്ള അനവധി പക്ഷികള് നമ്മളെ നേരിട്ടും അല്ലാതെയും സഹായിക്കുന്നുണ്ട്. വീടിന്റെ ചുറ്റും വൃത്തിയാക്കാൻ കാക്കയ്ക്ക് ഒരു പ്രത്യേക റോളുണ്ട്. അതിന് നന്ദി പറയുന്നതാണ് നമ്മൾ സാധാരണ കുറച്ച് ചോറ് കാക്കയ്ക്ക് കൊടുക്കുന്നത്. അതും പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമായ ഭൂതയജ്ഞമാണ് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. കുളത്തിലെ മീനിന് അമ്മൂമ്മമാര് ഊണ് കഴിഞ്ഞാൽ ഒരു പിടി ചോറ് കുളത്തിലിട്ടു കൊടുക്കാറുണ്ട്. അത് കുളം വൃത്തിയാക്കുന്ന ആ മീനിനുള്ള നമ്മളുടെ യജ്ഞത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളാണ്. അതുകൊണ്ട് ഭാരതീയ ആചാരങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട്, ചില തിന്മകളുമുണ്ട്. കണ്ണൂര്, തലശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളില് മുത്തപ്പന്മാര് എന്ന് പറയുന്ന വിഗ്രഹത്തിന് കള്ള് നിവേദിക്കുക, മീൻ നിവേദിക്കുക ചെയ്യാറുണ്ട്. ഇത് ദുരാചാരത്തിന്റെ ഭാഗമാണ്. അത് നിർത്താൻ ഞങ്ങൾ പരമാവധി ആ പ്രദേശങ്ങളിലെല്ലാം പ്രചരണം നടത്തുന്നുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പൊ കള്ള് നിവേദിക്കുന്നത് മാറ്റിയിട്ട് കഴിഞ്ഞ 1 വർഷം കൊണ്ട് അവിടെ മുഴുവനും കരിക്കിന്റെ വെള്ളം നിവേദിക്കാനും
കരിക്ക് അഭിഷേകം നടത്താനും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തില് കണ്ണൂരും തലശ്ശേരിയിലുമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അതിന്റെ ഇഫക്റ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചില ദുരാചാരമാണത്. ചില വീട്ടിൽ കരിനാളിൽ ആരെങ്കിലും മരിച്ചാല് 5 മരണം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അത് അന്ധവിശ്വാസമാണ്, ഒരിക്കലും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ചില കുട്ടികള് ഇങ്ങനെ കറുത്ത വാവിന്റെ അന്ന് ജനിച്ചാല് ആ കുട്ടിക്ക് ഒരു നന്മയും ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ ജ്യോതിഷന്മാര് പറയുന്നു. അതൊന്നും ശരിയല്ല, അത് അന്ധവിശ്വാസമാണ്. നല്ല നക്ഷത്രത്തിന് എഫക്റ്റ് പോസിറ്റീവായിട്ടുണ്ട്. ഒരു നക്ഷത്രമോ ഒരു ദിവസമോ നോക്കിയിട്ട് കുട്ടിയുടെ ഭാവി മുഴുവനും പറയാൻ സാധ്യമല്ല. അപ്പൊ നമ്മള് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വിശകലനം ചെയ്തിട്ട് വേണം ഓരോ ആചാരങ്ങളുടെയും നന്മ തിന്മകള് വിശകലനം ചെയ്ത് ഉൾക്കൊള്ളാൻ. നല്ലതെല്ലാം സ്വീകരിക്കുക, ചീത്തയെല്ലാം കളയുക. ഒരു ദുരാചാരവും നമ്മൾ അനുശാസിക്കേണ്ട ആവശ്യമില്ല. നല്ല ആചാരങ്ങൾ മാത്രം അനുശാസിച്ചാൽ മതി. ചീത്ത ആചാരങ്ങൾ അനുസരിച്ചാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അതനുശാസിക്കണമെന്ന് ആരും പറഞ്ഞിട്ടും ഇല്ല. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. 7:15 ആയിരിക്കുന്നു. സമയം ക്രോസ് ചെയ്തു പോയി എനിക്ക് തോന്നുന്നത്. ചോദ്യത്തിന് സമയമില്ല. 8 മണിക്ക് നമ്മുടെ അടുത്ത പ്രോഗ്രാമിന് ശേഷം ചോദ്യം ചോദിക്കാം. ഇനി ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ഇതിന്റെ തനിയാവർത്തനം വീണ്ടും വരും ഇവിടെ തന്നെ. എല്ലാവർക്കും വിനീത പ്രണാമം. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരേ സ്റ്റേജില് അരമണിക്കൂറിന്റെ ഗ്യാപ്പ് വീതം മാറ്റി ഇപ്രകാരം ഒരു പ്രഭാഷണം ഒരേ ദിവസം ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്താനുള്ള യോഗമുണ്ടായത്. അതിന് നിങ്ങളോടെല്ലാവരോടും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മസ്കറ്റിലെ പ്രവർത്തകരോടും എന്നും സ്മരണയിൽ നിർത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള നന്ദിയുണ്ട്, സ്മരണയുണ്ട്. ഈ ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള സുഹർല് അനവധി ആഴ്ചകളുടെ പ്രവർത്തന ഫലമായിട്ട് നിരന്തരം സ്വന്തം നാടിനെ ഓർമ്മിപ്പിക്കാനും വേണ്ടി കർമ്മമണ്ഡലത്തിലെത്തിയ 10-15ഓളം പേരെ ഇന്ന് 5 മിനിറ്റ് മുമ്പ് നേരിൽ കാണാനും അവരുടെ പേരുകൾ കേൾക്കാനും കഴിയുന്നത്രയും പേരുകൾ സ്മരണയിൽ നിലനിർത്താനും ഉള്ള ഭാഗ്യവുമുണ്ടായി. ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്. ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ ഒരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, ആ സമയത്തെല്ലാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ആ വരി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാനും അധർമ്മത്തോടൊപ്പം നിൽക്കുന്നവരെ തളർത്തി നശിപ്പിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായിട്ട് ഭാരതത്തിൽ മാത്രം ഏത് കാലത്തും ഓരോ വ്യക്തികളും ഈശ്വരൻ അയച്ചിരിക്കുന്ന വ്യക്തികൾ അവതാരങ്ങളുടെ രൂപത്തിൽ ഭാരതത്തിൽ വന്നിട്ടുണ്ട്. ആ ഭാരതത്തിന്റെ മഹത്വം എത്രയെല്ലാം നശിച്ചു, തളർന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ധരിച്ചാലും ഈ വ്യക്തികളുടെ മഹത്വമേറിയ കർമ്മഫലമായിട്ട് പൈതൃകത്തിന്റെ ചിന്താധാരകൾ വീണ്ടും വീണ്ടും ഉയർന്ന് പ്രസരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന്റെ ഒരു തെളിവ് തന്നെയാണ് പ്രവർത്തന ദിവസമായ ഇന്ന് ഇത്രയും പേരിവിടെ വന്ന് ഈ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ മഹത്വം എന്ത്, ഞങ്ങൾ അറിയേണ്ടതെന്ത്, അറിയിക്കേണ്ടതെന്ത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ വൈകിയ വേളയിൽ
8 മണി കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 മണിക്കൂർ സമയത്തേക്ക് ഇവിടെ ഇരിക്കണമെന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയത്, ആ രാഷ്ട്രം, ഭാരതം എന്ന രാഷ്ട്രം അനാദികാലമായിട്ട് അവിടെ ജനിച്ചു വളർന്ന മഹർഷിമാര് ചെയ്ത ആ തപസ്സിന്റെ ഫലമാണ്. നമ്മളുടെ രാഷ്ട്രത്തിനൊരു പേരുണ്ട്, ഹിന്ദുസ്ഥാനം. ആ പേരെങ്ങനെ വന്നു? ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്നതായ ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ഒരു രാഷ്ട്രത്തിനും ഒരു സ്ഥലത്തും ഡെഫനിഷൻ ഇപ്രകാരം കൊടുത്തിട്ടില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പത്മപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ഹിന്ദുവിനെ കുറിച്ചുള്ള ഡെഫനിഷനും കൊടുത്തിട്ടുണ്ട്. ആസിന്ധോ സിന്ധുപര്യന്തം യസ്യ ഭാരതഭൂമിക മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരീതി സ്മൃത. സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ഭൂമിയെ ആരാണോ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഹിന്ദു എന്ന പദം അത്രയും ഉജ്ജ്വലമായ ഒരു സംസ്കൃതിയുടെ, ഒരു ദേശത്തിന്റെ, ആ ദേശത്തിൽ വസിക്കുന്നവരുടെ പൈതൃക നാമമായി മാറിയിരിക്കുന്നത് പരമപവിത്രമായ ഭാരതത്തിൽ മാത്രമാണ്. ആ രാഷ്ട്രം ഒന്നായിരുന്നു. ഏത് കാലമെടുത്താലും ശരി, ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ സാധിച്ചിരുന്നു, നിലനിന്നിട്ടുണ്ട്. ഇന്നും അതേപോലെ തന്നെ നിലനിന്നിട്ടുണ്ട്. ഭാരതത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം അറിയേണ്ടത് 4 വിഷയങ്ങളെ കുറിച്ചുള്ള അത്യുജ്വലമായ ഗഹനമായ ജ്ഞാനമാണ്, അറിവാണ്. അത് മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. ആ നാടിന്റെ ഈശ്വര സങ്കല്പം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ ആ നാടിന്റെ ആചാര വിചാരങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, ആ നാട്ടിൽ എഴുതപ്പെട്ട രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ സമാഹാരം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മളുടെ പരമപവിത്രമായ ഭാരതഭൂമിയിൽ നിലനിന്നിരുന്ന സാങ്കേതിക ശാസ്ത്ര പൈതൃകത്തിന്റെ തത്വങ്ങൾ, തത്വസംഹിതകൾ, പ്രായോഗിക അറിവുകൾ എത്രത്തോളം ഗഹനമായിരുന്നു എന്ന് 4 വിഷയം അറിയാൻ സാധിക്കുമ്പോഴാണ് ഈ പരമപവിത്രമായ ഭാരതത്തില് നമുക്ക് ജന്മം നൽകിയതിന് ജഗതീശ്വരനോട് നന്ദി പറയണമെന്ന് നമുക്ക് തോന്നുന്നത്. ആ രാഷ്ട്രത്തിലെ ശാസ്ത്ര പൈതൃകം ഒന്ന് എടുക്കുക. ഇന്ന് 2 സ്കൂളില് ശാസ്ത്ര പൈതൃകത്തിന്റെ ഉപരിപ്ലവമായ ഒരു ജ്ഞാനം കൊടുക്കാൻ ഒരു മഹാഭാഗ്യം കിട്ടി. ആ സമയത്ത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മാത്രം പഠിക്കുന്ന കുട്ടികളുള്ള, ഒന്നും സംസ്കൃതം അറിയാത്ത കുട്ടികളുള്ള ഒരു സദസ്സില് ഭാരതത്തില് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു തിയറം സംസ്കൃതത്തിൽ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ കുട്ടികൾ അവിടെ നിരന്തരമായിട്ടൊരു 15 സെക്കൻഡ് കൈയടിക്കുകയുണ്ടായി. ഇതേ അനുഭവം ബഹ്റിനിലെ ഇന്ത്യ സ്കൂളില് കഴിഞ്ഞ മാസം ക്ലാസ് എടുത്തപ്പോൾ അതേപോലെ അവർ കൈയടിച്ചു. അത് തന്നെയാണ് കഴിഞ്ഞ മസ്കറ്റിലേക്കുള്ള വരവില് ഇന്ത്യ സ്കൂളിൽ ആ തിയറം പറഞ്ഞപ്പോൾ കുട്ടികൾ കൈയടിച്ചത്. ഭാരതീയ വിദ്യാഭവൻ തൃശ്ശൂരിലും സിന്ധി സ്കൂൾ മദ്രാസിലും ഒരു തിയറം പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് കൈയടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കൈയടിച്ചത്? അവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായിരുന്നു, പരമപവിത്രമായ ഭാരതത്തില് ഗ്രിഗറീസ് സീരീസ് എന്ന ജെയിംസ് ഗ്രിഗറിയുടെ പേരില് അറിയപ്പെടുന്ന തിയറം ഭാരതീയനായ സംഗമഗ്രാമ മാധവാചാര്യരാണ് കണ്ടുപിടിച്ചത് എന്നും ആ തിയറം സംസ്കൃതത്തിൽ ഇതാണെന്നും പറഞ്ഞപ്പോൾ ആ കൊച്ചുകുട്ടികളുടെ മനസ്സില് ഭാരതത്തെക്കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ, ഭാരതത്തെക്കുറിച്ചുള്ള ആത്മാഭിമാനം അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകിയതാണ് ആ 10-15 സെക്കൻഡ് കയ്യടിയിലൂടെ കേൾക്കാനും കാണാനും സാധിച്ചത്. അപ്പോൾ ഭാരതീയ പൈതൃകത്തിന്റെ തന്തുക്കള് നമ്മളുടെ രക്തത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അകത്തൊരു ആത്മാഭിമാനത്തിന്റെ ചൈതന്യത്തിന്റെ ഒരു പ്രഭ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും. ആ ദേശം 10,000 വർഷമായിട്ട് മരിക്കാതെ നശിക്കാതെ
മണ്ണടിയാതെ ജീവിക്കാൻ കാരണം അവിടെയുള്ള സർവ്വ ചിന്താധാരകളും ശാസ്ത്രീയമായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്, സത്യമേവ ജയതേ, സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്ന്. അതിന് തെളിവ് ഭാരതം തന്നെയാണ്. മറ്റനവധി സംസ്കൃതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഈജിപ്ഷ്യൻ സംസ്കൃതി, റോമാ സംസ്കാരം, അതുപോലെ ഗ്രീക്ക് സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അവസാനത്തേതിന് മുമ്പിലത്തേതുള്ളത് ചൈനീസ് സംസ്കാരം. ആദ്യം പറഞ്ഞ 5 സംസ്കാരവും മണ്ണടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞ ചൈനീസ് സംസ്കാരം 1949 ശേഷം ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അത് മണ്ണടിയും എന്നുള്ളത് ഉറപ്പ്. ഇന്ന് ചൈനയില് പാശ്ചാത്യ സംസ്കൃതിയുടെ പ്രഭയൊഴികെ മറ്റൊന്നുമില്ല. ഗ്രാമങ്ങളിൽ അല്പം ബുദ്ധമതത്തിന്റെ ചൈതന്യമുണ്ട്. ചൈന ഏതാണ്ട് പഴയ സംസ്കൃതിയോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഭാരതം അപ്രകാരമല്ല. സചേതനമായൊരു സംസ്കൃതി ഈ 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേപോലെ പ്രഭാപൂരിതമായി നിൽക്കുന്നു. 85 കോടി ജനത അതിന്റെ അവകാശികളായിട്ട് ഇന്നും ജീവനോടെ ഭൂമിയിൽ വർത്തിക്കുന്നു. 100 കോടി ജനതയും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന വിധത്തിലേക്ക് ഭാരതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം അവിടെ നമുക്കിന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഭാരതം മരിക്കാതെ ഇന്നും ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ലോക മനസ്സിന്റെ മുമ്പില്, ലോക ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പില് ഒരൊറ്റ ഉത്തരമാണുള്ളത്. ഭാരതീയ ചിന്താധാരകൾ, ഭാരതത്തിൽ നിന്നുദയം ചെയ്ത സർവ ചരിത്ര ഭാഗങ്ങളും ശാസ്ത്രമായിരുന്നു. സയൻസിന്റെ സപ്പോർട്ടോട് കൂടി അത് വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. എവിടെ വേണമെങ്കിലും നോക്കുക, ഭാരതത്തില് ആത്മീയതയും ശാസ്ത്രവും ഒരേപോലെ കൈകോർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രമില്ലാതെ ഒരാത്മീയത ഭാരതത്തിലില്ല. ആത്മീയത ഇല്ലാത്ത ഒരു ശാസ്ത്രവും ഭാരതത്തിലില്ല. യജുർവേദത്തിന്റെ അവസാനത്തെ അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തില് യജ്ഞവൽക്യ മഹർഷി 5500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വരി പറയുകയുണ്ടായി. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാ മൃതമശ്നുതേ. 2 തരം അറിവാണ് ലോകത്തിലുള്ളത്. ഒന്ന് ആത്മീയമായ അറിവ്, 2 ശാസ്ത്രീയമായ അറിവ്. ശാസ്ത്രീയമായ അറിവ് ഉപയോഗിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് ആത്മീയമായ അറിവുപയോഗിച്ച് അമരത്വത്തിലേക്ക് പോകാൻ ഉപദേശിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ടാണ് ആരാധ്യനായ പ്രൊഫസർ അർണോൾഡ് ടോയൻബി എന്ന തത്വചിന്തകൻ ഒരു വരി പറയുകയുണ്ടായി. ലോകത്തിലെ സർവ ഭരണാധികാരികൾക്കും അദ്ദേഹം അത് എഴുതുകയുമുണ്ടായി. അർണോൾഡ് ടോയൻബി പറഞ്ഞ വരി ഇതായിരുന്നു: പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് ആരംഭിച്ച ഏത് ചിന്താധാരയ്ക്കകത്തും ഭാരതീയമായ മൂല്യങ്ങൾ ചേർത്തില്ല എങ്കിൽ ആ ചിന്താധാരകൾ മാനവരാശിയുടെ സർവനാശത്തിന് കാരണമാകും. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പാശ്ചാത്യ മണ്ണില് ഉദയം ചെയ്ത എന്തും ഭാരതീയ ചിന്താധാരകളുമായി കൂട്ടിച്ചേർത്താലേ മാനവരാശിയുടെ നന്മയ്ക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അർണോൾഡ് ടോയൻബിയുടെ ആ വരികള് ഇന്ന് നമ്മൾ എവിടെ പോയാലും പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. ആ സന്ദേശം സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുന്നത്, ഇംഗ്ലണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിന് പുറകില് പാശ്ചാത്യ ചിന്താധാരകൾക്ക് ഉദയം ചെയ്ത ഓരോ പണ്ഡിതന്മാരും പറയുന്നു, ഇന്ത്യ ദ മദർ ഓഫ് ആൾ കൾച്ചേഴ്സ് ആൻഡ് ദ മദർ ഓഫ് ഓൾ ലാംഗ്വേജ്. എല്ലാ ഭാഷകളുടെയും അമ്മയായ സംസ്കൃതം, എല്ലാ സംസ്കാരത്തിന്റെയും അമ്മയായ സനാതനധർമ്മം ഉദയം ചെയ്ത ഭാരതം ഒരിക്കലും മരിക്കരുത്, ഒരിക്കലും നശിക്കരുത്. അതിനകത്തുള്ളത് സർവ്വതും മാനവരാശിയുടെ സമഗ്രമായ സ്വത്ത് ആയി മാറേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് അപ്രകാരം മാറേണ്ടത്? മനുഷ്യ നന്മ ലക്ഷ്യമാക്കിയ ഒരേ ഒരു രാഷ്ട്രം അതാണ്. ഒരു മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതിന്റെ അർത്ഥം
മറ്റു പല ദൈവങ്ങളുമുണ്ട്, ഞാനല്ലാതെ നീ മറ്റൊരു ദൈവത്തിനെ ഉപാസിക്കരുത് എന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ ചേരാത്തവന്റെ 4 തലമുറ ഞാൻ പകരം വീട്ടുമെന്ന് പറയുന്ന സംസ്കൃതി ലോകത്തിന്റെ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ ഭാരതീയർ അത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്നോടൊപ്പം നിൽക്കണം, എന്നിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ, എന്നിലൂടെ പോയാൽ മാത്രമേ സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന് പകരം ഭാരതീയർ പറഞ്ഞു, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഏത് ഈശ്വരനെ ആരാധിച്ചാലും എല്ലാം ഒരൊറ്റ പന്ഥാവിലേക്ക് തന്നെ എത്തുന്നു. ആകാശത്തിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികള് ഒരുമിച്ച് ചേർന്ന് ചാലുകളായിട്ട്, നദികളായിട്ട്, തോടുകളായിട്ട്, നദികളായിട്ട് എപ്രകാരമാണോ മഹാസാഗരത്തിലേക്ക് പോകുന്നത്, അപ്രകാരം ഏത് ഈശ്വരനെ ഭജിച്ചാലും ശരി അന്ത്യത്തില് പരമമായ പവിത്രമായ സത്യത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ ഒരു സംസ്കൃതി ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. ഒരുമിച്ച് പ്രവർത്തിക്കാം, കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ തേജസ്വികളായി തീരാം. അതുപോലെ ആരോടും വിദ്വേഷമില്ലാത്ത ഒരവസ്ഥയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ആനോ ഭദ്ര ക്രതവോയം തു വിശ്വതഃ. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പറയാൻ ഭാരതീയ ഋഷിവര്യന്മാർക്ക് ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വന്നില്ല. ഒരു ഋഷിവര്യനും പറഞ്ഞില്ല എന്നെ മാത്രം ആചാര്യനായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന്. ഭാരതത്തിൽ ഒരു ദൈവവും പറഞ്ഞില്ല ഞാൻ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ രൂപത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന്. 33 കോടി ദേവന്മാരെ സ്വീകരിച്ചൊരു രാഷ്ട്രമാണിത്. ആ രാഷ്ട്രത്തില് സർവവിധ ആരാധനകൾക്കും ഭാരതം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. നന്മ നിറഞ്ഞത് മാത്രം സ്വീകരിക്കാൻ ഭാരതം എന്നും ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെയാ ഭാരതത്തിലെ വേദമന്ത്രങ്ങൾ പറഞ്ഞത്, ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹീതം യദായുഹു. നന്മ നിറഞ്ഞത് കേൾക്കുവാൻ ഇടവരട്ടെ, നന്മ നിറഞ്ഞത് പറയുവാൻ ഇടവരട്ടെ, നന്മ നിറഞ്ഞത് കാണുവാൻ ഇടവരട്ടെ. ആരോഗ്യമുള്ളിടത്തോളം കാലം, ആയുസ്സുള്ളിടത്തോളം കാലം ഈശ്വരീയമായ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈ ജീവിതം അവസാനിക്കുന്നത് വരെ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഭാരതം എന്നും പറഞ്ഞിരുന്നു, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവ പ്രജകൾക്കും ഒരു രാജാവിന്റെ പ്രാർത്ഥനയാണിത്. ഞാൻ ഭരിക്കുന്ന ഭൂമിയിലെ സർവ പ്രജകൾക്കും, സർവ വൃക്ഷലതാദികൾക്കും, സർവ മൃഗങ്ങൾക്കും, സർവ അറിവുള്ളവർക്കും എന്നും 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 ശുഭം സംഭവിക്കട്ടെ. എന്റെ പ്രജകളെല്ലാം എന്നും സ്വസ്തി മംഗളകരമായി വർത്തിക്കട്ടെ എന്ന് ഒരു രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ആ രാജാവ് ഒരിക്കലും ഹിന്ദുക്കൾ മാത്രം മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല, ഭാരതീയരെല്ലാവരും മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. എല്ലാ പ്രജകളും ഒരേപോലെ മംഗളകരമായ അവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചവരാണ് ഭാരതീയര്. ക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ദീപാരാധന ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തില് നടയടച്ച് ദീപാരാധന നടത്തുന്ന സമ്പ്രദായം കേരളത്തില് വളരെ പ്രചാരമുള്ളതാണ്. മലയാളികളായ നിങ്ങൾക്ക് ദീപാരാധന എന്നുള്ളത് പുതിയ കൺസെപ്റ്റ് അല്ല. പക്ഷെ അതിനകത്തൊരു മന്ത്രമുണ്ട്. നട തുറന്നു കഴിഞ്ഞ് ആ വിളക്ക്, ആരത്തി എന്ന് പറയുന്ന വിളക്ക് വിഗ്രഹത്തിന്റെ ചുവട്ടില് 3 പ്രാവശ്യം, നടുക്ക് 3 പ്രാവശ്യം, മുകളില് 3 പ്രാവശ്യം തൊഴുത് ഉഴിഞ്ഞ് മൊത്തത്തില് 3 പ്രാവശ്യം ആകെ വീണ്ടും ഉഴിഞ്ഞ് താഴെ വയ്ക്കുമ്പോൾ പറയുന്നൊരു മന്ത്രമുണ്ട്. ധ്രുവാദ്യൗഹു ധ്രുവാ പൃഥിവീ ധ്രുവാ സപർവതായിമേ ധ്രുവം വിശ്വമിതം ജഗത്
ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദ ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. അവസാനിക്കുന്നത് രാഷ്ട്രം ധാരയതാം ധ്രുവം. എന്തർത്ഥവത്തായ ഈ ജ്യോതിർഗോളങ്ങൾ മംഗളകരമായിരിക്കട്ടെ, ആ പർവ്വതങ്ങൾ മംഗളകരമായിരിക്കട്ടെ, ആ നദികൾ മംഗളകരമായിരിക്കട്ടെ, വായുദേവൻ മംഗളകരമായിരിക്കട്ടെ, അഗ്നിക്ക് കാരണഭൂതമായ ശക്തി മംഗളകരമായിരിക്കട്ടെ, വ്യാഴഗ്രഹം മംഗളകരമായിരിക്കട്ടെ, ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും മംഗളകരമായിരിക്കട്ടെ, എന്റെ രാഷ്ട്രത്തെ ഭരിക്കുന്ന രാജാവ് മംഗളകരമായിരിക്കട്ടെ, എന്റെ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ. അതിൽ പൂജാരി ഞാൻ മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ തൊഴാൻ വരുന്നവര് മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. രാഷ്ട്രത്തിന്റെ മന്ത്രമാണ് പൂജാരി പറഞ്ഞത്. അതിന്റെ പുറകിലൊരു സന്ദേശമുണ്ട്. ഈ രാഷ്ട്രം ഒരിക്കലും ഒരു ഈശ്വരാരാധനയോ ഒരാചാരമോ ഒരു ചിന്താധാരയോ വ്യക്തിക്ക് മാത്രം പ്രയോജനപ്പെടുത്താനായിട്ട് ചെയ്തിട്ടില്ല. മാനവരാശിക്ക് മുഴുവനും പ്രയോജനപ്രദമായ അത്യുജ്വലമായ സന്ദേശങ്ങളാണ് ഈ രാഷ്ട്രം നൽകിയിരിക്കുന്നത്. കർക്കിടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് പിതൃബലി നടത്തുമ്പോൾ 17 വരികളുള്ള ഒരു മന്ത്രം ചൊല്ലാറുണ്ട്. അത് നിങ്ങൾ ആരും പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. സാധിക്കുന്നവർ പഠിക്കുക. ഭാരതീയ ആചാരങ്ങളുടെ ശാസ്ത്രം എന്ന പേരില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ അവസാനത്തില് അത്രയും വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികളുടെ അവസാനത്തില് 16, 17 വരികൾ ഇപ്രകാരം പറയുന്നു: സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യമുപതിഷ്ഠതു. അതായത് സർവർക്കും ക്ഷയമില്ലാത്ത അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സപ്തദ്വീപ നിവാസീനാം 7 കോണ്ടിനെന്റുകളിൽ വസിക്കുന്നതായ പ്രാണീനാം സർവജീവജാലങ്ങൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല പ്രാണീനാം അക്ഷയം ക്ഷയമില്ലാത്ത അവസ്ഥ ഉപദിഷ്ടതു ഉണ്ടായിത്തീരട്ടെ എന്ന് പറയാൻ ഭാരതീയർക്ക് അച്ഛനമ്മമാരുടെ ശ്രാദ്ധം, അച്ഛനമ്മമാർക്ക് ബലി കൊടുക്കുന്ന കർക്കിടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് ലോക ജനതയ്ക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല. ഒരു പക്ഷേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ ഉപദേശിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തായ ഒരു സന്ദേശം 7 കോണ്ടിനെന്റിലുള്ള സർവ പ്രാണികൾക്കും ക്ഷയമില്ലാത്ത അവസ്ഥ, നന്മ നിറഞ്ഞ അവസ്ഥയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭാരതീയർക്ക് സാധിച്ചു. ഈ മഹത്വമേറിയ ചിന്താധാരയുടെ അവകാശികളാണ് നാം എന്നെപ്പോഴും ഓർക്കണം. നമ്മളുടെ അവകാശം എന്ത്, നമ്മളുടെ പൈതൃകം എന്ത്, നമ്മളുടെ നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്ത്, ഇത് എണ്ണി 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 പഠിക്കാൻ ഓരോ ഭാരതീയനും സാധിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ഒന്നായി തീരുന്നത്. 1364 വർഷം ഒമർ അബ്ദുള്ള മുതൽക്ക് മുഹമ്മദ് ബിൻ കാസിം മുതൽക്ക് ഭാരതത്തെ ആക്രമിച്ചതിന് ശേഷം അവസാനം മൗണ്ട് ബാറ്റൺ പ്രഭു വരെ ഭാരതത്തെ സപ്രഷൻ, ഒപ്രഷൻ ആൻഡ് ഡിപ്രഷനിലൂടെ ഭരിച്ച് വിദേശികൾ ചെയ്തു തീർത്ത ആ അവഹേളനാത്മകമായ അനുഭവം കൊണ്ട് കരഞ്ഞ ഭാരതം വീണ്ടും ഉയർത്തെഴുന്നേറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കുക. നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റം ബോംബ് വീണതിന് ശേഷം ആ ഗവൺമെന്റ് ആദ്യം ചെയ്തത് ആ പ്രദേശം തണുത്ത് കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് മൊത്തത്തിലുള്ള സ്കൂളിലെ കുട്ടികളെ നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ടുവന്ന് ആ ബോംബ് വീണ സ്ഥലത്തിന്റെ മുമ്പില് ജപ്പാനിന്റെ വിഷിംഗ്, ജപ്പാൻ രാഷ്ട്രത്തെ വന്ദിക്കുന്ന രീതിയിൽ നെഞ്ചത്ത് കൈകൊടുത്ത് നിർത്തിയിട്ട് ആ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കത്തിജ്വലിച്ച് ചാരമായ ജപ്പാനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്നവർ 3 പ്രാവശ്യം പ്രതിജ്ഞയെടുത്തു. അത് കണ്ട സർവ്വ കുട്ടികളെയും ആ പ്രതിജ്ഞയെടുപ്പിക്കാൻ ജപ്പാൻകാർക്ക് അന്ന് തോന്നിയതിന്റെ പരിണത ഫലമാണ് ഇന്ന് ജപ്പാൻ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമമില്ല. മുകളിൽ നിന്ന് മസ്കറ്റ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ നോക്കുക.
എത്ര വണ്ടികളാ ജപ്പാന്റേതായിട്ടുള്ളത് മനസ്സിലാക്കാൻ വിഷമമില്ല. തകർന്ന് തരിപ്പണമായി ചാരമായി പോയ ജപ്പാനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞയെടുപ്പിച്ച ആ മനസ്സുണ്ടല്ലോ, അത് ഭാരതത്തിൽ ഇല്ലാതെ പോയി. അത് സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തില് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോയി. നമുക്ക് വളരെയധികമൊന്നും വൈകിയിട്ടില്ല. ഈ 1364 വർഷത്തെ വിദേശാക്രമണത്തിലും നശിക്കാതെ മരിക്കാതെ കിടക്കുന്ന ആ സംസ്കൃതി കഴിഞ്ഞ 55 വർഷമായി നമ്മളുടെ സ്വദേശികൾ ഭരിച്ചിട്ടും അതിനെ കൊല്ലാൻ അവർക്ക് സാധിച്ചില്ല. കുറെ അധികം മരിച്ചു എങ്കിലും പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, അകത്തു നിന്ന് വരണം ഒരാഗ്രഹം. എത്ര കാലം ജീവിച്ചാലും ശരി, ആ നാടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ഉൾക്കൊള്ളാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ നാട് എന്താണ് എന്നറിയണം. അറിഞ്ഞു കഴിഞ്ഞ് 55 ഡിവൈഡഡ് ബൈ 20 2.5 തലമുറ കഴിഞ്ഞു എങ്കിലും ഒരൊറ്റ വ്യക്തിയുടെ ഹൃദയത്തിലും ഭാരതത്തോടുള്ള ബഹുമാനം ഇല്ലാതെയായിട്ടില്ല. അതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. ലോകത്തിൽ എവിടെ ചെന്നാലും ഭാരതത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്യാഹ്ലാദത്തോടുകൂടി അവിടെ കുട്ടികൾ സന്തോഷിക്കുന്നത് കാണാൻ സാധിക്കും, ജനങ്ങൾ ആനന്ദിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് സാധിക്കാൻ കാരണം ഇത്രയും അത്യന്താധുനിക ലോകത്തിൽ പോലും, അത്യന്താധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ പോലും പരമപവിത്രമായ ഭാരതത്തിന്റെ പൈതൃകം നിങ്ങളോട് പറയുമ്പോൾ ഇതെന്തിന് ഞങ്ങൾ പഠിക്കണം? ഇതെന്തിന് ഞങ്ങൾ പഠിക്കണം എന്നൊരു ചോദ്യം വരാതെ ആ രാഷ്ട്രത്തിന്റെ പരമപവിത്രമായ ചൈതന്യത്തെ പഠിക്കാൻ മുമ്പോട്ട് വരുന്ന ആ മാനസികാവസ്ഥയ്ക്ക് ഒരൊറ്റ പ്രതിഭാസമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഭാരതത്തിന്റെ ചൈതന്യവത്തായ അറിവുകള് തലമുറയ്ക്ക് കൈമാറിയാൽ ഭാരതത്തെ മാറ്റാൻ അടുത്ത 5 വർഷം കൊണ്ട് സാധിക്കും. 60ാം വാർഷികം സ്വാതന്ത്ര്യത്തിൻ്റെത് ഭാരതം ആഘോഷിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഭാരതത്തിന്റെ പരമപവിത്രമായ ചൈതന്യം പ്രകാശപൂരിതമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇനി എന്നാ വരിക, എന്നാ ഇവിടെ എത്താൻ സാധിക്കാന്ന് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് പഠിക്കാൻ ആവശ്യമായ വിഷയത്തിന്റെ 4 തലക്കെട്ട്. ഒന്നാമത്തേത് ഭാരതീയ ശാസ്ത്ര പൈതൃകം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ പത്മനാഭനെ കാണാൻ മാത്രമായിട്ട് പോകരുത്, മറിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ കൊത്തിവെച്ചിരിക്കുന്ന കരിങ്കല്ലിന്റെ സ്തൂപങ്ങൾ നോക്കുക. എത്ര വ്യാളികളാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലത്ത്, ഡീസലും പെട്രോളും ഇല്ലാതിരുന്ന കാലത്ത് ആ കരിങ്കല്ലിനെ എവിടെ നിന്നോ മുറിച്ചു കൊണ്ടുവന്ന് ഷേപ്പാക്കിയതിനു ശേഷം ഏതാണ്ട് 175 സിംഹങ്ങളുടെ രൂപം കൊത്തിയെടുത്ത് ആ സിംഹത്തിന്റെ പല്ലുകള് കടഞ്ഞെടുത്ത് സിംഹത്തിന്റെ നഖങ്ങള് കരിങ്കല്ലുകൊണ്ട് വാർത്തെടുക്കാൻ ഭാരതീയർക്ക് സാധിച്ചു എങ്കിൽ 1650 വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകമഹാത്ഭുതങ്ങള് 7 എണ്ണമാണെന്ന് പലരും പറയാറുണ്ട്. അല്ല, 8 എണ്ണമാണെന്ന് കണക്കാക്കിയാൽ ഒന്നാമത്തെ ലോകമഹാത്ഭുതം പത്മനാഭസ്വാമി ക്ഷേത്രമോ ശുചീന്ദ്രം മഹാക്ഷേത്രമോ അതല്ലെങ്കിൽ ചിദംബരം ക്ഷേത്രമോ അതല്ലെങ്കിൽ കുംഭകോണം ക്ഷേത്രമോ ആയി തീരും.